എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ജനുവരി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 22-22 തീയതി തൊട്ടാണെന്ന് തോന്നുന്നു നമ്മളൊരു പുതിയ ഒരു എപ്പിസോഡുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. ബൈബിളിനെക്കുറിച്ച് പഠിക്കുക, ബൈബിളിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് പഠിക്കുക, ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും പഠിക്കുക, അതിൻ്റെ ഓതർ ആരാണ്, അതിന് എത്ര അധ്യായങ്ങളുണ്ട്, അതിനകത്തെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ. അങ്ങനെ ഏകദേശം ഒരു 9 എപ്പിസോഡ് കൊണ്ടും ഉൽപ്പത്തി പുസ്തകം നമ്മൾ സംസാരിച്ച് തീർത്തു. ഇന്ന് തൊട്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിനകത്തോട്ട് കയറുകയാണ്, അതായത് എക്സോഡസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ എക്സോഡസ് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ 2ാമത്തെ പുസ്തകമാണെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, അതിൻ്റെ ഓതർ ആരാണ്? അത് മോശ തന്നെയാണ് എഴുതിയത്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ്, പുറപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് മോശ തന്നെയാണ്. ഇത് ആദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രുവിൽ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ കരത്തിലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറപ്പാട് എന്ന് പറയുമ്പോൾ ആ എക്സോഡസ് എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. കാരണം ഈ ഗ്രീക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് വാക്കുകൾ എടുത്തിരിക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ കാലത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അതുകൊണ്ട് ഗ്രീക്ക് പദമായ എക്സോഡോസ്, അതായത് എക്സോഡോസ് എന്ന വാക്കിൽ നിന്നാണ് എക്സോഡസ് എന്ന് പറയുന്ന നമ്മുടെ എക്സോഡോസ് എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗോയിങ് ഔട്ട് അല്ലെങ്കിൽ ഡിപ്പാർച്ചർ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ പുറപ്പെടുക, യാത്ര തുടരുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറപ്പാട് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു യാത്ര അല്ലെ, ഇസ്രായേൽ മക്കളുടെ യാത്രയാണ്. അവരെ അടിമ വീട്ടിൽ നിന്നും, അതായത് മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്ത് എന്ന് പറയുന്ന അടിമ വീട്ടിൽ നിന്നുള്ള അവരുടെ യാത്രയാണ് അത് കാണിക്കുന്നത്. അവിടെ ആ ഒരു യാത്ര, മോശയുടെ നേതൃത്വത്തിലുള്ള അവരുടെ യാത്രയും, അതിനുശേഷം അവർ ചെങ്കടൽ പിളർന്നവരെ അക്കരെ കടത്തിയതും, അതിനുശേഷം മരുഭൂമിയിലൂടെയുള്ളവരുടെ പ്രയാണം, അവിടെ വെച്ചിട്ട് ദൈവത്തിൻ്റെ ഉടമ്പടി, അതിനുശേഷം അവരെന്താണ് ദൈവത്തിന് വേണ്ടിയിട്ടൊരു സമാഗമന കൂടാരം, ടബർനാക്കൾ അല്ലെ, ഒരു ദൈവത്തിൻ്റെ കൂടാരം, സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത്, അതിൻ്റെ മാതൃകയിൽ ദൈവം പറഞ്ഞു കൊടുത്ത മാതൃകയിൽ അത് ഉണ്ടാക്കുന്നതും അവിടെ കൊണ്ടൊക്കെയാണ് പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലോട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വരാം. അപ്പോൾ ഈ അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ടും 5 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അടിമത്തം, ഫറവോന്യ അടിമത്തം, അതാണ് ഒന്നാമത്തെ തീം. രണ്ടാമത്തത് മോശയുടെ വിളിയും, മോശയെ ദൈവം വിളിക്കുന്നതും ദൗത്യം ഏൽപ്പിക്കുന്നതുമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് 10 ബാധകളാൽ ഈജിപ്തിലെ ഫറവോനെയും അവിടെയുള്ള ജനങ്ങളെയും ദൈവം ശിക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കളെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അവരെ ശിക്ഷിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്? 4 അവരുടെ പുറപ്പാടിന് മുൻപേയുള്ള പെസഹായും അവരുടെ പുറപ്പാടും തളിച്ചുള്ള അവരുടെ ആ ഒരു സംരക്ഷണവും ഒക്കെയാണ് 4ാമത്തതായിട്ട് വരുന്നത്. ഇനി 5ാമത്തത് സീനായി മലയിൽ വെച്ച് ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ,